റെഡിയാക്കാം. സാധാരണ നമ്മളെപ്പോഴും പക്കോടകൾ ഉണ്ടാക്കാറുണ്ട്. അത് പലതരത്തിലുള്ള വെജ് പക്കോടകളാണ് ഉണ്ടാക്കാറുള്ളത്. ഇതിപ്പോൾ നമ്മൾ ഉണ്ടാക്കുന്നത് ഒരു നോൺ വെജ് പക്കോടയാണ്, നമ്മുടെ ചിക്കൻ പക്കോട. ചിക്കൻ പക്കോട എന്ന് പറയുമ്പോൾ കുറച്ച് പേർക്കൊക്കെ അറിയാവുന്ന റെസിപ്പി ആയിരിക്കും, കുറേ പേർക്കൊക്കെ അധികം പരിചയമില്ലാത്ത റെസിപ്പി ആയിരിക്കും. അപ്പോൾ നമ്മുടെ കുട്ടികൾ സ്കൂളിൽ നിന്ന് വരുമ്പോൾ ചൂടോടുകൂടി ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയ വളരെ നല്ലൊരു ഈവനിങ് സ്നാക്കാണ് ചിക്കൻ പക്കോട. അപ്പോൾ നമ്മൾ ചിക്കൻ കറി ഉണ്ടാക്കാൻ വാങ്ങിക്കുമ്പോൾ അതിൽ നിന്ന് കുറച്ച് പീസ് എടുത്തിട്ട് ചെയ്യാം, ഇല്ലെങ്കിൽ ചിക്കൻ ബ്രസ്റ്റ് വാങ്ങിച്ചിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ കേട്ടോ. ചിക്കൻ ബ്രസ്റ്റ് എന്ന് പറയുമ്പോൾ അധികം വിലയൊന്നുമില്ല, വളരെ ചെറിയ വിലയല്ലേ ഉള്ളൂ. അപ്പോൾ ഒരു ചിക്കൻ ബ്രസ്റ്റ് ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് വൈകുന്നേരത്തേക്കുള്ള ചിക്കൻ പക്കോട റെഡിയാക്കാവുന്നതേ ഉള്ളൂ. അപ്പോൾ ഇതിൽ പറയുന്ന അളവുകളൊക്കെ കൃത്യമായിട്ട് നിങ്ങൾ ചേർക്കണമെന്നുണ്ടെങ്കിൽ നല്ല ടേസ്റ്റി ആയിട്ടുള്ള പക്കോട റെഡിയാക്കി എടുക്കാം. പിന്നെ ചിക്കൻ എല്ലുള്ള പീസ് ഉപയോഗിച്ചിട്ട് ഒരിക്കലും പക്കോട ഉണ്ടാക്കാതിരിക്കുക. എന്താണെന്ന് വെച്ചാൽ നമ്മൾ സ്നാക്സ് കഴിക്കുമ്പോൾ ചിലപ്പോൾ TV ഉണ്ടോണ്ടായിരിക്കും കഴിക്കുക, ഇല്ലെങ്കിൽ ആ എല്ലുണ്ടെന്നുള്ള ഒരു ചിന്തയിലായിരിക്കില്ല നമ്മൾ കഴിക്കുന്നത്. അപ്പോൾ എല്ല് വായിൽ പെട്ടു പോകാൻ സാധ്യതയുണ്ട്, മുറിവ് വരാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് എപ്പോഴും ബോൺലെസ് ചിക്കൻ ഉപയോഗിച്ചിട്ട് മാത്രം ചിക്കൻ പക്കോട ഉണ്ടാക്കുക. അതുപോലെ തന്നെ നമ്മുടെ വീട്ടിൽ വരുന്ന ഗസ്റ്റുകൾക്കും നല്ലൊരു സർപ്രൈസ് ആയിട്ട് ഉണ്ടാക്കി കൊടുക്കാൻ പറ്റിയൊരു വിഭവമാണ് ചിക്കൻ പക്കോട. സവോളയൊക്കെ കൂടുതൽ ചേർത്തിട്ടുണ്ടെങ്കിൽ ചിക്കൻ പക്കോടയുടെ ആ ഒരു കറക്റ്റ് ടേസ്റ്റ് കിട്ടില്ല. കുറച്ച് ഇൻഗ്രീഡിയൻസ് മാത്രം ചേർത്തിട്ട് ഉണ്ടാക്കുമ്പോഴാണ് ഏറ്റവും ടേസ്റ്റ്. അപ്പോൾ നമുക്ക് നമ്മുടെ ചിക്കൻ പക്കോട എങ്ങനെ റെഡിയാക്കാം എന്ന് നോക്കാം. പിന്നെ ചിക്കൻ പക്കോട ടൊമാറ്റോ സോസിന്റെ കൂടെ ചേർത്ത് കഴിച്ചിട്ടുണ്ടെങ്കിൽ വളരെ ടേസ്റ്റിയാണ്. അപ്പോൾ നിങ്ങൾ ട്രൈ ചെയ്തിട്ടില്ലെങ്കിൽ ഒരു പ്രാവശ്യം ട്രൈ ചെയ്ത് നോക്കൂ. അപ്പോൾ ഉണ്ടാക്കി കഴിച്ചിട്ട് ഇഷ്ടമായോ ഇല്ലയോ എന്ന് വീഡിയോയുടെ താഴെ മറക്കാതെ ഒന്ന് കമന്റ് ചെയ്യാം കേട്ടോ. അപ്പോൾ നമുക്ക് നമ്മുടെ ചിക്കൻ പക്കോട ഉണ്ടാക്കുന്നതിന് ആവശ്യമായിട്ടുള്ള ഇൻഗ്രീഡിയൻസ് കുറച്ച് നോക്കാം. എന്താണെന്ന് വെച്ചാൽ നമ്മളിപ്പോൾ കുറച്ച് കാര്യങ്ങൾ മിക്സ് ചെയ്ത് വെച്ചിട്ട് ഒരു 2 മണിക്കൂർ കഴിഞ്ഞിട്ടാണ് പക്കോട റെഡിയാക്കുന്നത്. അപ്പോൾ കുറച്ച് ഇൻഗ്രീഡിയൻസ് അപ്പോഴേ ചേർക്കുന്നുള്ളൂ. ഇതിപ്പോൾ നമ്മളൊരു 400 ഗ്രാം ചിക്കൻ എടുത്തിട്ടുണ്ട്. ഇത് ബോൺലെസ് ചിക്കനാണ്. എല്ലുള്ള ചിക്കൻ ആണെങ്കിൽ നമുക്ക് പക്കോട അത്ര സുഖമായിരിക്കില്ല, കഴിക്കുമ്പോൾ എല്ല് കടിക്കാൻ കിട്ടുമല്ലോ. അപ്പോൾ ബോൺലെസ് ചിക്കൻ നിങ്ങൾക്ക് എത്ര വേണം എന്നുള്ളതനുസരിച്ച് എടുക്കുക. ചിക്കൻ ബ്രസ്റ്റ് ആയാലും കുഴപ്പമില്ല. ഞാനിപ്പോൾ ചിക്കൻ കറി ഉണ്ടാക്കാൻ വാങ്ങിച്ച പീസിൽ നിന്ന് കുറച്ച് കട്ട് ചെയ്തെടുത്തേ ഉള്ളൂ. പിന്നെ നമ്മൾ എടുത്തിട്ടുള്ളത് ഇത് പച്ചമുളകും മല്ലിയിലയും ചേർത്ത് മുറിച്ച് വെച്ചിരിക്കുന്നതാണ്. ഒരു 4 പച്ചമുളക് എടുത്തിട്ടുണ്ട്. അതുപോലെ കുറച്ച് മല്ലിയില, ഒരു 3 ടേബിൾ സ്പൂൺ മല്ലിയിലുണ്ട്. ഒരു മുട്ട, ഒരു ചെറിയ സവോള നീളത്തിൽ കട്ട് ചെയ്തിട്ട് കുറുകെ കട്ട് ചെയ്തെടുത്തതാണ്. പിന്നെ നമുക്ക് വേണ്ടത് ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, പിന്നെ കുറച്ച് പൊടികളും കൂടി ചേർക്കുന്നുണ്ട് ഇപ്പോൾ. അപ്പോൾ ആദ്യം നമുക്ക് ചിക്കനിലേക്ക് കുറച്ച് ഉപ്പ് ചേർക്കാം. പിന്നെ നമ്മൾ ചേർക്കുന്നത് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർക്കാം. അതുപോലെ തന്നെ പച്ചമുളകിൻ്റെ എരിവ് ഉണ്ടെങ്കിലും കുറച്ച് കുരുമുളകിൻ്റെ ഫ്ലേവറും കൂടി വന്നാലേ ചിക്കൻ പക്കോട പെർഫെക്റ്റ് ആവുള്ളൂ. അപ്പോൾ ഞാനൊരു 1/2 ടീസ്പൂൺ കുരുമുളകും ചേർക്കുന്നുണ്ട്. പിന്നെ ഒരു കളറിന് വേണ്ടി മാത്രമായിട്ട് കുറച്ച് കാശ്മീരി ചില്ലി പൗഡർ. എന്താണെന്ന് വെച്ചാൽ അധികം കാശ്മീരി ചില്ലി പൗഡർ ചേർത്തിട്ടുണ്ടെങ്കിൽ പക്കോടയുടെ കളർ അങ്ങ് മാറിപ്പോവും. അപ്പോൾ ഒരു 1/4 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ചേർക്കുന്നുണ്ട്. പിന്നെ ചിക്കൻ ആയതുകൊണ്ട് മസാലകളൊക്കെ ഉണ്ടെങ്കിൽ ചിക്കന് ടേസ്റ്റ് ഉണ്ടാവുള്ളൂ. അപ്പോൾ 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടി, പിന്നെ നമ്മുടെ പെരിഞ്ജീരകപ്പൊടി ചേർക്കുമ്പോൾ നല്ലൊരു ഫ്ലേവർ കിട്ടും. ഇപ്പോൾ ഗരം മസാലപ്പൊടിയിൽ പെരിഞ്ജീരകം ഉള്ളതാണ് എങ്കിലും ഞാൻ കുറച്ച് പെരിഞ്ജീരകപ്പൊടി ചേർക്കാറുണ്ട്. പിന്നെ 1 ടേബിൾ സ്പൂൺ വരെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആഡ് ചെയ്യാം. ഇല്ലെങ്കിൽ നമുക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ഫൈനായിട്ട് ചോപ്പ് ചെയ്ത് ചേർക്കാം കേട്ടോ. അതുപോലെ തന്നെ നമ്മൾ മുറിച്ച് വെച്ചിരിക്കുന്ന പച്ചമുളകും മല്ലിയിലയും, പിന്നെ മല്ലിയിലയുടെ ഫ്ലേവർ താല്പര്യമില്ല എന്നുണ്ടെങ്കിൽ നമുക്ക് കറിവേപ്പില ചേർക്കാം. പക്ഷെ മല്ലിയിലയാണ് കുറച്ചുകൂടി പക്കോടയ്ക്ക് ടേസ്റ്റ് ഉള്ളത്. പിന്നെ നമ്മുടെ സവോള, ഇത്രയും ചേർത്ത് ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്കിതിലേക്ക് മുട്ട ചേർക്കാം. അപ്പോൾ ഇത് സമയം ഉണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് 3-4 മണിക്കൂർ മാരിനേറ്റ് ചെയ്ത് വെക്കാം. സമയമില്ലാന്നുണ്ടെങ്കിൽ 1/2 മണിക്കൂറെങ്കിലും മാരിനേറ്റ് ചെയ്ത് വെക്കണം കേട്ടോ. എങ്കിൽ ഈ ചിക്കൻ പീസുകളിലേക്ക് എല്ലാ മസാലകളും അതുപോലെ തന്നെ എരിവും എല്ലാം പിടിക്കുള്ളൂ. ഇല്ലെങ്കിൽ എരിവ് പിടിച്ചു വരാൻ സമയമെടുക്കും. നമ്മൾ ഫ്രൈ ചെയ്തെടുക്കുമ്പോൾ ചിക്കൻ വേഗം തന്നെ കുക്കായി വരും. അപ്പോൾ ഈ പച്ചമുളകിൻ്റെയും കുരുമുളക് പൊടിയുടെയും എരിവൊന്നും പിടിച്ചു വരില്ലല്ലോ. പിന്നെ ഞാൻ ഇതിലേക്ക് ചേർക്കുന്നത് കോൺഫ്ലവറും കടലമാവുമാണ്. നിങ്ങൾക്ക്
അപ്പോൾ കോൺഫ്ലോർ ഇല്ല അല്ലെങ്കിൽ കടലമാവില്ല എന്നുണ്ടെങ്കിൽ മൈദപ്പൊടി ചേർക്കാം കേട്ടോ. താല്പര്യമുണ്ടെങ്കിൽ കൂടുതൽ ടേസ്റ്റ് കോൺഫ്ലോറും കടലമാവും ചേർക്കുമ്പോഴാണ്. അപ്പോൾ ഇനി നമുക്കിതിലേക്ക് മുട്ടയും കൂടി ചേർക്കാം. മുട്ടയും കൂടി ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് വയ്ക്കുക. അപ്പോൾ ചിക്കനിൽ നിന്ന് കുറച്ച് കഴിയുമ്പോൾ കുറച്ച് വെള്ളം ഇറങ്ങി വരും. അതുപോലെ നമ്മുടെ സവോളയിൽ നിന്നും വെള്ളമൊക്കെ ഇറങ്ങി വരും. അതിന് ശേഷമാണ് നമ്മൾ നമ്മുടെ ബാക്കിയുള്ള പൊടികൾ ചേർക്കുന്നത്. ഇല്ലെങ്കിൽ നമ്മളിപ്പോൾ പൊടികളും കൂടി ചേർത്ത് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഫ്രൈ ചെയ്യാൻ എടുക്കുമ്പോൾ വെള്ളത്തിൻ്റെ അളവ് വ്യത്യാസം വരും. വീണ്ടും പൊടികൾ ആഡ് ചെയ്യേണ്ടി വരും. അപ്പോൾ ഇതാ നമ്മുടെ ചിക്കൻ്റെ മിക്സ് റെഡി ആയി കഴിഞ്ഞു. ഇത് നമുക്കിനി അടച്ചു വെക്കാം. ഫ്രിഡ്ജിലൊന്നും വെക്കണം എന്നില്ല, പുറത്ത് തന്നെ വെച്ചാലും മതി. പിന്നെ തലേ ദിവസമൊക്കെ റെഡിയാക്കി വെക്കുകയാണെന്നുണ്ടെങ്കിൽ ഫ്രിഡ്ജിലെടുത്ത് വെക്കാം. ഫ്രീസറിൽ വെക്കേണ്ട, ഫ്രിഡ്ജിൽ വെച്ചാൽ മതി. അപ്പോൾ ഞാൻ ഇതെടുത്ത് വെക്കട്ടെ. നമുക്ക് 2 മണിക്കൂർ കഴിഞ്ഞിട്ട് പൊടികളൊക്കെ ചേർക്കാം. അപ്പോൾ നമ്മളിപ്പോൾ ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെച്ചിട്ട് ഒരു 4 മണിക്കൂറായിട്ടോ. ഞാൻ 2 മണിക്കൂറാണ് ടൈം പറഞ്ഞത്, പക്ഷേ വെച്ച് വന്നപ്പോൾ 4 മണിക്കൂറായി. ഇപ്പോൾ ഇത് കണ്ടോ, നമ്മൾ വെള്ളം ചേർക്കാതെ തന്നെ ചിക്കനിൽ നിന്ന് വെള്ളം ഇറങ്ങി വന്നിട്ടുണ്ട്. ഇതിലേക്ക് ഇനി നമുക്ക് കോൺഫ്ലോറും അതുപോലെ തന്നെ നമ്മുടെ കടലമാവുമാണ് ചേർക്കേണ്ടത്. ഞാനിപ്പോൾ 2 ഹീപ്ഡ് ടേബിൾ സ്പൂൺ വീതമാണ് ചേർത്തിട്ടുള്ളത്. ഇത് ചേർത്ത് നമുക്കൊന്ന് മിക്സ് ചെയ്യാം. അതിനുശേഷം ആവശ്യമാണെങ്കിൽ വീണ്ടും ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ. എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ചിക്കൻ പീസുകളിൽ നന്നായിട്ട് പൊതിഞ്ഞിരിക്കണം ഈ കോൺഫ്ലോറും കടലമാവും ചേർന്നിട്ട്. അപ്പോൾ ഉപ്പ് കുറവായിരിക്കും. നമ്മൾ ഈ പൊടികൾ ചേർത്ത് വരുമ്പോൾ കുറച്ച് ഉപ്പും കൂടി ചേർക്കേണ്ടി വരും. ആദ്യം നമ്മൾ ചിക്കന് മാത്രം ആവശ്യമായിട്ടുള്ള ഉപ്പാണ് ചേർത്തിട്ടുള്ളത്. അപ്പോൾ ഞാൻ കുറച്ചുകൂടി കോൺഫ്ലോറും കടലമാവും ചേർക്കുന്നുണ്ട്. ഇപ്പോൾ കണ്ടോ, കറക്റ്റായിട്ട് ആ കോട്ടിങ് ആയിട്ടില്ല. അപ്പോൾ നമുക്ക് കുറച്ചുകൂടി ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. അതുപോലെ തന്നെ കുറച്ചുകൂടി പൊടികളും ആഡ് ചെയ്ത് കൊടുക്കാം. ഓരോ ടേബിൾ സ്പൂൺ വീതം വീണ്ടും കടലമാവും കോൺഫ്ലോറും ആഡ് ചെയ്യാൻ പോവാണ്. അപ്പോൾ നമ്മൾ ഒരുമിച്ച് തന്നെ പൊടികൾ മിക്സ് ചെയ്യാത്തതിൻ്റെ കാര്യം എന്താണെന്ന് വെച്ചാൽ പൊടികൾ കൂടിപ്പോയിട്ടുണ്ടെങ്കിൽ പിന്നെ വെള്ളം ചേർത്ത് മിക്സ് ചെയ്യേണ്ടി വരും. അതുകൊണ്ട് വെള്ളം ചേർക്കാതിരിക്കാനാണ് നമ്മൾ ഇതുപോലെ കുറച്ച് കുറച്ചായിട്ട് പൊടികൾ ചേർക്കുന്നത്. ഇപ്പോൾ കോട്ടിങ് കറക്റ്റായി വരുന്നുണ്ട്. അപ്പോൾ ഞാനിവിടെ എണ്ണ ഓൾറെഡി ചൂടാക്കിയിട്ടുണ്ട്. എന്താണെന്ന് വെച്ചാൽ അച്ഛൻ ചിക്കൻ കഴിക്കില്ല. അപ്പോൾ അച്ഛന് വേണ്ടിയിട്ട് ഉള്ളിവട ഉണ്ടാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ എണ്ണയിലേക്ക് എന്നെ ഇട്ടിട്ടാണ് ഞാനിത് ഫ്രൈ ചെയ്തെടുക്കാൻ പോകുന്നത്. ഉള്ളിവടയുടെ ലാസ്റ്റ് ബാച്ച് റെഡി ആയിക്കൊണ്ടിരിക്കുന്നേ ഉള്ളൂ. അപ്പോൾ നമ്മുടെ ചിക്കൻ ഇത് കണ്ടോ, നമ്മളിതുപോലെ സ്പൂണിലെടുത്ത് എണ്ണയിലേക്ക് ഇടാൻ പാകത്തിന് കോട്ടിങ് ആയി വന്നിട്ടുണ്ട്. ഓരോ പീസ് ചിക്കൻ ഇടുമ്പോൾ ഒന്ന് ശ്രദ്ധിച്ചെടുത്തിടുകയാണെങ്കിൽ കറക്റ്റായിട്ട് കോട്ടായി നിന്നോളും. അപ്പോൾ നമുക്കിനി ഉള്ളിവട ഫ്രൈ ചെയ്ത് കഴിയുമ്പോൾ ഈ ചിക്കൻ ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മുടെ ഉള്ളിവടയൊക്കെ ഞാൻ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമ്മൾ റെഡിയാക്കി വെച്ചിരിക്കുന്ന നമ്മുടെ ചിക്കൻ പക്കോട ഓരോന്നായിട്ട് എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കാം. എണ്ണ നല്ല ചൂടാണ്. ഞാനിപ്പോൾ ഫ്ലെയിം കുറച്ച് വെച്ചിട്ടുണ്ട്. ലോ ഫ്ലെയിമിൽ വെച്ചിട്ടാണ് ഫ്രൈ ചെയ്യുന്നത്. എന്താണെന്ന് വെച്ചാൽ ചിക്കൻ്റെ ഇൻസൈഡ് കുക്കായി വരണ്ടേ. അപ്പോൾ ഹൈ ഫ്ലെയിമിൽ വെച്ച് ഫ്രൈ ചെയ്തിട്ടുണ്ടെങ്കിൽ ചിക്കൻ്റെ ഇൻസൈഡ് കുക്കായി വരില്ല. ഇത് ഓരോ പീസായിട്ട് തന്നെ എണ്ണയിലേക്ക് ഇട്ട് കൊടുക്കണം കേട്ടോ. ഇല്ലെങ്കിൽ എല്ലാം തമ്മിൽ ഒട്ടിപ്പിടിക്കും. ഒരു 3-4 ബാച്ചായിട്ടേ നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ചിക്കൻ ബ്രസ്റ്റ് മാത്രമാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി വേഗം കുക്കായി കിട്ടും. ഇതിപ്പോൾ നമ്മൾ ചിക്കൻ പീസ് കട്ട് ചെയ്തെടുത്തതുകൊണ്ട് കുക്കായി വരാൻ കുറച്ചുകൂടി ടൈം എടുക്കും. അപ്പോൾ ഇത്രയാണ് ഫസ്റ്റ് ബാച്ചിൽ ഞാൻ ഇടുന്നത്. ഇതൊന്ന് കുക്കായി വരട്ടെ. അതിനുശേഷം നമുക്ക് അടുത്ത സൈഡിലേക്ക് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ നമ്മുടെ ചിക്കൻ പക്കോട ഒരു സൈഡ് ഒന്ന് കുക്കായി വന്നിട്ടുണ്ട്. നമുക്ക് അടുത്ത സൈഡിലേക്ക് തിരിച്ചിടാം. സാധാരണ നമ്മൾ എല്ലാ പക്കോടകളും ഫ്രൈ ചെയ്തെടുക്കുന്ന പോലെ തന്നെ ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് ഫ്രൈ ചെയ്തെടുക്കുക. ഇടയ്ക്ക് ബബിൾസ് കുറഞ്ഞു തുടങ്ങുകയാണെങ്കിൽ ഒന്ന് മീഡിയം ഫ്ലെയിമിലേക്ക് വയ്ക്കുക. എണ്ണയുടെ ചൂട് കുറയുമ്പോഴാണ് ബബിൾസ് കുറഞ്ഞു തുടങ്ങുന്നത്. അപ്പോൾ ഇത് നമ്മൾ എടുക്കുന്ന ചിക്കൻ പീസിൻ്റെ വലിപ്പം അനുസരിച്ച് കുക്കിംഗ് ടൈമിൽ വ്യത്യാസം വരാട്ടോ. അതുകൊണ്ടാണ് ഞാനിപ്പോൾ കുക്കിംഗ് ടൈം പറയാത്തത്. നമ്മളെല്ലാവരും പല വലിപ്പത്തിലുള്ള പീസുകളായിരിക്കും എടുക്കുക. ഇല്ലെങ്കിൽ ചിക്കൻ ബ്രസ്റ്റ് ആണെങ്കിലും ആ ഒരു ടൈമിൽ വ്യത്യാസം വരാം. അപ്പോൾ ഈ കളർ മാറുന്നതനുസരിച്ച് എണ്ണയിൽ നിന്ന് മാറ്റുക, അത്രേ ഇതിൽ നോക്കാനുള്ളൂ. പിന്നെ അടുത്ത ബാച്ച് ഇടുമ്പോൾ എണ്ണ ഒന്ന് നന്നായിട്ട് ചൂടായി കഴിഞ്ഞിട്ട് മാത്രം ഇടാം. ഇത്
ഫസ്റ്റ് ബാച്ച് എണ്ണയിൽ നിന്ന് മാറ്റിയിട്ട് ഉടനെ തന്നെ അടുത്ത ബാച്ചിലിട്ട് ഫ്രൈ ചെയ്തെടുക്കരുത്. അപ്പോൾ ഇതുണ്ടോ നമ്മുടെ ഫസ്റ്റ് ബാച്ച് റെഡി ആയി കഴിഞ്ഞു. ഇത്രയും മതി. ഇനി ഇത് ഒന്നുകൂടി ഒന്ന് കളർ ചേഞ്ച് ആയി വരും, ചൂട് മാറി വരുമ്പോൾ. അപ്പോൾ നമുക്ക് എണ്ണയിൽ നിന്ന് മാറ്റാം. അടുത്ത ബാച്ചും ഇതുപോലെ തന്നെ എണ്ണയിലേക്കിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. ഇങ്ങനെ കംപ്ലീറ്റ് നമുക്ക് ഫ്രൈ ചെയ്ത് മാറ്റാം. അപ്പോൾ ഈ ബാച്ച് മാറ്റിയിട്ട് ഒരു 4-5 സെക്കൻഡ് ഒന്ന് വെയിറ്റ് ചെയ്യുക. അതിനുശേഷം അടുത്ത ബാച്ച് ഇട്ട് തുടങ്ങാം. അപ്പോൾ ഞാനിത് മുഴുവൻ ഫ്രൈ ചെയ്ത് മാറ്റിട്ടെ. അപ്പോൾ ഇതാ നമ്മുടെ ചിക്കൻ പക്കോട എല്ലാം റെഡി ആയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും ചെറിയ ചൂടോടുകൂടി തന്നെ ഉണ്ടാക്കുക, കഴിക്കുക. കഴിച്ചതിന് ശേഷം എന്താണ് അഭിപ്രായം, ഇഷ്ടമായോ ഇല്ലയോ എന്നുള്ളത് നമ്മുടെ വീഡിയോയുടെ താഴെ ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇതിപ്പോൾ നമ്മൾ കുട്ടികൾ സ്കൂളിൽ നിന്ന് വൈകിട്ട് വരുമ്പോൾ ഉണ്ടാക്കി കൊടുക്കുകയാണെങ്കിൽ ചിക്കൻ ആണെന്ന് പെട്ടെന്ന് തന്നെ മനസ്സിലാവുന്നില്ല. സാധാരണ ഒരു സ്നാക്ക് പോലെ ഇരിക്കുള്ളൂ. ഒരു ഗസ്റ്റിന് കൊടുക്കാനാണെങ്കിലും വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്കാണ്. അപ്പോൾ എന്തായാലും എല്ലാവരും ഉണ്ടാക്കി നോക്കുക. ചിക്കൻ ഇഷ്ടപ്പെടുന്നവർ ഉറപ്പായിട്ട് ഇഷ്ടപ്പെടും. അപ്പോൾ ഉണ്ടാക്കി കഴിച്ചു കഴിഞ്ഞിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ആ ഫോട്ടോയൊക്കെ ഒന്ന് എടുത്ത് വാട്സാപ്പ് ചെയ്യുക. അപ്പോൾ നമുക്ക് നമ്മുടെ അടുത്തൊരു കുക്കിംഗ് വീഡിയോയുമായിട്ട് അടുത്ത ദിവസം വീണ്ടും കാണാം.